നമസ്കാരം. മീഡിയ വൺ കോൾ സെന്റർ രോഗങ്ങളും ചികിത്സകളും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നാഷണൽ ദന്തിസ്റ്റ് ദിനമായിരുന്നു ഇന്നലെ. ദന്താരോഗ്യത്തിൻ്റെയും ശുചിത്വത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് സമൂഹത്തിൽ അവബോധമുണ്ടാക്കുക എന്നതായിരുന്നു ഈ ദിനത്തിൻ്റെ ലക്ഷ്യം. എന്തെല്ലാം ദന്തരോഗങ്ങളാണുള്ളത്, ഇതിൻ്റെ ചികിത്സകൾ എന്തെല്ലാമാണ് എന്നൊക്കെയാണ് കോൾ സെന്റർ ഇന്ന് വിശദമായി തന്നെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതിനായി നമ്മോടൊപ്പം ഉള്ളത് കോഴിക്കോട് മുക്കം KMCT ഹോസ്പിറ്റലിലെ പെരിയോഡോട്ടിക്സ് വിഭാഗം തലവനായ ഡോക്ടർ ഹരീഷ് കുമാർ VV ആണ് നമ്മോടൊപ്പം ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട പ്രേക്ഷകരുടെ സംശയങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിച്ചു ചോദിക്കാം. കാരണം പല്ല് നമ്മളുടേതാണ്, അതിന് വളരെയേറെ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. ഡോക്ടർ കോൾ സെന്ററിലേക്ക് സ്വാഗതം. ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിന് നൽകേണ്ട പ്രാധാന്യം വളരെയേറെ വലുതാണ്. എന്താണ് ഈ ദന്തരോഗം എന്ന് പറയുന്നത്? ദന്തരോഗം, ദന്തക്ഷയം അല്ലെങ്കിൽ മോണരോഗം, ഇങ്ങനെ രണ്ട് പ്രധാന ഭാഗങ്ങളായിട്ട് നമുക്ക് ദന്തരോഗത്തിന് ഡിവൈഡ് ചെയ്യാം. ദന്തക്ഷയം എന്ന് പറഞ്ഞാൽ പല്ലിൻ്റെ മുകളിൽ വരുന്ന പോടുകൾ, ഡെൻ്റൽ കേരീസ്. മോണരോഗം പല്ലിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്ന മോണയിൽ വരുന്ന രോഗങ്ങൾ. ഇത് രണ്ടും രണ്ടാണ്. ദന്തക്ഷയം എന്ന് പറഞ്ഞാൽ പല്ലിൻ്റെ മുകളിൽ വരുന്ന പോടുകൾ, പൊത്തുകൾ, അതുമൂലം ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ അത് വലിയ കുഴികളായി മാറി ഭക്ഷണം കയറിയിരിക്കുന്ന പോലെ പിന്നെ പുളിപ്പ് വരും. അടുത്ത സ്റ്റേജ് ആകുമ്പോഴേക്കും അതിന് വേദന വരും. അപ്പം ജനങ്ങളോട് ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്ന മെയിൻ സംഗതി എന്ന് പറഞ്ഞാൽ ദന്തരോഗം എന്ത് തന്നെയായാലും എല്ലാ 6 മാസം കൂടുമ്പോഴും ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയി പല്ല് ചെക്ക് ചെയ്യണം. ബേസിക് ഡെൻ്റൽ ചെക്കപ്പ് അല്ലെങ്കിൽ റിവ്യൂ വൺസ് ഇൻ 6 months. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഗതി. ഇപ്പോൾ ജനറൽ പബ്ലിക്കിനോട് ഒരു അവസരം വരുമ്പോൾ ഞാൻ പറയുകയാണ്, നിങ്ങളുടെ അടുത്തുള്ള ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയി ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഡെൻ്റൽ കോളേജുകളുണ്ട്, അവിടെ പോയി ചെയ്യുക. ഓരോ സ്ഥലത്തും അതിൻ്റെതായ രീതിയിൽ, അതിൻ്റെ വിദഗ്ധമായ രീതിയിൽ ആ ചികിത്സകൾ നൽകും. പക്ഷേ 6 മാസം കൂടുമ്പോൾ ഒരു ദന്തരോഗ ചികിത്സകൻ്റെ അടുത്ത് പോയി ദന്തരോഗ ചെക്കപ്പ് നടത്തിയാൽ, എക്സാമിനേഷൻ നടത്തിയാൽ അതുകൊണ്ട് സമയവും പണവും കുറേയധികം ലാഭിക്കാൻ പറ്റും. കാരണം ഇതിലെ വലിയൊരു മിസ്കൺസെപ്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ ദന്തരോഗങ്ങൾ ചിലവേറിയതാണ്, അതിൻ്റെ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഇത്രയും പൈസയൊക്കെ ചിലവായി എന്ന് ഒരു പ്രചരണം വരുന്നതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഇത് അനുഭവിക്കുന്ന ആൾ അത് സമയാസമയത്ത് ദന്തരോഗ ചികിത്സ നടത്താത്തത് കൊണ്ടും ആ ദന്തരോഗ പരിശോധന അല്ലെങ്കിൽ ഡെൻ്റൽ എക്സാമിനേഷൻ 6 മാസം കൂടുമ്പോൾ ചെയ്യണമെന്ന് പറഞ്ഞു ഇത് ചെയ്യാത്തത് കൊണ്ടാണ്. ഇത് ചെയ്യുന്ന സമയത്ത് എന്ത് പറഞ്ഞാൽ ഡെൻറ്റിസ്റ്റ് അദ്ദേഹത്തിന് ഇത് കാണിച്ചു കൊടുക്കും. നിങ്ങൾക്ക് ദന്തരോഗങ്ങൾ ഇന്ന സാധനം, മോണരോഗമുണ്ടോ, ദന്തക്ഷയം, പല്ലിന് ഓട്ടയുണ്ടോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. സിമ്പിളായിട്ടെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യും. ഇപ്പോൾ ഇൻട്രാവറൽ ക്യാമറയുണ്ട് ക്ലിനിക്കിൽ. ആ ക്യാമറയിൽ നമുക്ക് ക്ലിനിക്കിലുള്ള മോണിറ്ററിൽ കറക്റ്റായിട്ട് ആ രോഗിക്കും അവരെ കൂടെ വരുന്ന ആളുകൾക്കും ഒക്കെ നേരിട്ട് കാണിച്ചു കൊടുത്തിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് മറച്ചു വെച്ചിട്ടൊന്നും ചെയ്യുന്നില്ല. അപ്പം അവർക്ക് സംഗതികൾ മനസ്സിലായാൽ അവർ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അപ്പം ഫോർ എക്സാമ്പിൾ 5 രൂപയ്ക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട സമയത്ത് ചെയ്താൽ അത് വെച്ചോട്ടിരുത് 5-6 മാസം, 1 കൊല്ലം 1.5 കൊല്ലം കഴിയുമ്പോൾ 5000 രൂപയുടെ ട്രീറ്റ്മെൻറ്റിലെത്തും. അപ്പം എനിക്ക് 5000 രൂപ ചിലവായി എന്ന് അന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതെ ഡോക്ടർ, നമുക്കിതിലേക്ക് തിരികെ വരാം. ജയപ്രക എന്ന ഒരു പ്രേക്ഷക നമുക്കൊപ്പം ചേരുകയാണ് കോഴിക്കോട് നിന്നും. ജയപ്രക, ഡോക്ടറോട് ചോദിക്കാം. ജയപ്രഭ കേൾക്കുന്നുണ്ടോ? ഓ, കേൾക്കുന്നുണ്ട് സാറേ. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടറെ. ഹലോ, എൻ്റെ പേര് ജയപ്രഭ എന്നാണേ. പറയൂ. ഓ, കേൾക്കുന്നുണ്ട്. എന്താണ് ചോദ്യം? ഞാൻ ഒരു 6-7 വർഷം മുമ്പ് വണ്ടിയിൽ നിന്ന് വീണിരുന്നു. ഓക്കെ. വണ്ടിയിൽ നിന്ന് വീണിരുന്നു. അപ്പൊ പിറ്റേന്നാണ് എനിക്ക് ബോധം വന്നത്. ജയപ്രഭ, ഒരു നിമിഷം, അതായത് ഫോണിൽ മാത്രം ഒന്ന് സംസാരിക്കാമോ? TV ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? TV കുറച്ച് തന്നെയാ സാറേ. ചോദിച്ചു. അപ്പൊ പിന്നെ ബോധം വന്ന സമയത്ത് പല്ലിന് കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. യെസ്, ആ കോള് വിച്ഛേദിക്കപ്പെട്ടു. മൂസ എന്നുള്ള ഒരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുകയാണ്. മൂസ, ഡോക്ടറോട് ചോദിക്കാം. എനിക്ക് മുകളിലും താഴെയുള്ള പല്ലുകളെ നേരെ കടിക്കാനൊന്നും ശരിക്കുള്ള നേരെ ഓരോ പല്ലിന്റെ നേരെ താഴെയുള്ള പല്ല് പിന്നെ ഇല്ല. മോണമ്മ ചെന്ന് കുത്തും പല്ല്. വയസ്സൊക്കെ കുറച്ചുണ്ട്, 80 വയസ്സൊക്കെ കഴിഞ്ഞ ആൾ തന്നെയാണ്. ആരോഗ്യമൊക്കെ ഉണ്ട്. അപ്പോ തിന്നാന് ഇങ്ങനെ എന്തെങ്കിലും കടിച്ചു തിന്നാനൊക്കെ കുറെ ബുദ്ധിമുട്ട് തന്നെ.
അപ്പൊ ഈ മോണമ്മ പല്ലിങ്ങനെ തട്ടിയിട്ടതിന് വ്രണങ്ങളൊന്നും കാണാനില്ല. അങ്ങനെ തട്ടിനോണ്ട് വല്ല കേടുണ്ടോ? മോണയിൽ പല്ല് തട്ടുന്നതിൻ്റെ അല്ല പ്രശ്നം സാർ. സാറിന് പല്ലെടുത്ത് കുറേ കാലം കഴിയുമ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ നമ്മളെ പല്ലുകളൊക്കെ ഒരു അറേഞ്ച്മെൻറ്റായി നിൽക്കുന്നത് എന്താ വെച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പല്ലുകൾ ഉള്ളതുകൊണ്ടാണ്. അപ്പം ഒരു സൈഡിൽ നിന്നും പല്ലുകൾ എടുത്തു പോകുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലുള്ള പല്ലുകൾ കൂടുതൽ പുറത്തേക്ക് വരും. അപ്പോൾ താഴത്തെ പല്ല് എടുത്ത് കളഞ്ഞാൽ അതിന് ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന മുകളിലെ പല്ല് താഴോട്ടേക്ക് ഇറങ്ങും. മുകളിലെ പല്ലെടുത്താൽ അതിന് ഓപ്പോസിറ്റായി നിൽക്കുന്ന താഴത്തെ പല്ല് മുകളിലേക്ക് കയറും. അപ്പോൾ അതാണ് ഇപ്പോൾ സാറിന് സംഭവിച്ചത്. അപ്പം പല്ലെടുക്കുന്ന എല്ലാവരോടും കൂടി പറയാനുള്ളത് എന്താ വെച്ചാൽ പല്ലുകൾ ചിലപ്പോൾ എടുത്ത് കളയേണ്ടി വന്നേക്കാം. പല്ലുകൾ എടുത്ത് കളഞ്ഞാൽ അത് അപ്പോൾ തന്നെ റീപ്ലേസ് ചെയ്യണം. 1-2 മാസത്തിനുള്ളിൽ അത് റീപ്ലേസ് ചെയ്യണം. ഇല്ലെങ്കിൽ എന്ത് പറഞ്ഞാൽ ഇതുപോലെ സാറിന് വന്ന പോലെയുള്ള പല്ലുകൾ ആ ഗ്യാപ്പിലേക്ക് നീങ്ങി മുന്നിലുള്ള പല്ല് ബാക്കിലേക്ക് നീങ്ങാം. അപ്പോൾ മുന്നിലുള്ള പല്ലുകളുടെ ഇടയിലൊക്കെ ഗ്യാപ്പ് വരും. ബാക്കിലുള്ള പല്ലുകൾ മുന്നോട്ട് നീങ്ങും. അവിടെയൊക്കെ ഗ്യാപ്പ് വരും. ഭക്ഷണം കൊടുക്കാൻ തുടങ്ങും. ഇത് പിന്നെ ഒരു കണ്ടിന്യൂസ് പ്രോബ്ലമായി മാറും. അപ്പോൾ സാർ ഇപ്പോഴും വൈകിട്ടില്ല. സാറൊരു ദന്തരോഗ വിദഗ്ധൻ്റെ അടുത്തോ അല്ലെങ്കിൽ അടുത്തുള്ള ഡെൻ്റൽ കോളേജിലോ സമീപിച്ചാൽ നിങ്ങളുടെ പല്ലുകൾ പിന്നെ ആവശ്യമുള്ള പല്ലുകളൊക്കെ എടുത്ത് പല്ലിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പൊക്കെ രണ്ടാമത് ക്രിയേറ്റ് ചെയ്ത് ഒരു പല്ല് സെറ്റ് വെച്ച് നല്ല രീതിയിൽ ജീവിതം ആസ്വദിക്കണം. അതല്ലേ നമുക്ക് ഏറ്റവും ആവശ്യം. ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാം. ആന്റിപ്ലാസ്റ്റി ചെയ്ത ആളാണ്. അതൊന്നും പ്രശ്നമല്ല സാറേ. ആൻജിയോപ്ലാസ്റ്റിയോ ബൈപ്പാസോ ഒന്നും നമുക്ക് ദന്ത ചികിത്സകൾ ചെയ്യുന്നതിനൊരു എതിർപ്പല്ല. നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി ചികിത്സ തേടൂ. അവരതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്ത് നിങ്ങൾക്ക് പല്ലുകൾ വെച്ച് തരും. ഭക്ഷണമൊക്കെ സുഖമായി ചവയ്ക്കാൻ സാധിക്കും. ഓക്കെ സാർ. ഓക്കെ, നമുക്ക് മറ്റൊരു പ്രശ്നം കൂടെ ചേരുന്നുണ്ട്. കോട്ടയത്ത് നിന്നും ഷാജി ഡോക്ടറോട് ചോദിക്കാം. ഡോക്ടറെ, ഞാൻ പാലായിൽ നിന്നാണ് വിളിക്കുന്നത്. സാറേ, ഞാൻ ഒരു ഡെന്റിസ്റ്റിനെ പോയി കണ്ടായിരുന്നു. കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞത് എന്റെ പല്ലിന് തേയ്മാനം കൂടുതലാണെന്നാണ് പറയുന്നത്. എനിക്ക് 54 വയസ്സുണ്ട്. ഇനിയും ഒരു മാക്സിമം ഒരു 5 വർഷത്തോടെ കഴിയുമ്പോൾ അല്ലെങ്കിൽ പല്ല് മുഴുവൻ എടുക്കേണ്ടി വരുമെന്നാണ് ഡോക്ടർ പറയുന്നത്. എന്റെ പല്ലിന് തേയ്മാനം കൂടുതലാണ്. അതിനൊരു ക്യാപ്പ് ഇടാനും പറഞ്ഞു. രാത്രി നൈറ്റ് ഗാർഡ് എന്ന് പറഞ്ഞ് പല്ലിന് ക്യാപ്പ് ഇടാൻ പറഞ്ഞ് ഡോക്ടർ അങ്ങനെ സജസ്റ്റ് ചെയ്തു. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇത് സാധാരണ കണ്ടുവരുന്ന പ്രശ്നം തന്നെ സാറേ. ഇത് ചില ആളുകളുടെ പല്ലുകൾക്ക് തേയ്മാനം കൂടുതലായിരിക്കും. അത് തേയ്മാനം വരുന്നതിന് പിന്നെ ചവയ്ക്കുന്ന ഭാഗത്ത് തേയ്മാനം വരുന്നത് ചവയ്ക്കുന്ന പല്ലിൻ്റെ സ്ട്രക്ചറൽ വീക്കായതുകൊണ്ട് ചിലപ്പോൾ വേഗം തേഞ്ഞു പോകും. പല്ലിൻ്റെ സൈഡിൽ തേയ്മാനം വരുന്നത് നമ്മൾ പല്ല് അമർത്തി തേച്ചത് കൊണ്ടോ മിക്കിരി മുതലായ സാധനങ്ങൾ ഉപയോഗിച്ച് പല്ല് തേക്കുന്നവരിലോ ആണ്. അല്ലെങ്കിൽ ശക്തിയായി ബ്രഷിങ് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ ഹാർഡ് ബ്രഷ് ഉപയോഗിക്കുന്നവർക്കൊക്കെയാണ് സൈഡ് ഇങ്ങനെ കുഴിഞ്ഞങ്ങ് പോകും, ചാല് പോലെ. അപ്പോൾ ഈ 2 രീതിയിലുള്ള തേയ്മാനങ്ങൾ സംഭവിക്കാം. അപ്പോൾ സാറിന് ഏത് രീതിയിലുള്ള തേയ്മാനമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ എന്ത് തന്നെയായാലും ഡോക്ടർ പറഞ്ഞത് ശരിയാണ്. ഒരു സമയത്തിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു അവസ്ഥയിൽ കൂടുതൽ പല്ലിന് തേയ്മാനം വന്നാൽ അതിനെ സാധാരണ രീതിയിൽ ഒരു പല്ല് അടച്ചിട്ടോ അതല്ലെങ്കിൽ ചവയ്ക്കുന്ന സർഫസിൽ പല്ല് അടച്ചിട്ടോ കാര്യമില്ല, അത് നിൽക്കില്ല. അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ സാറിൻ്റെ ഏതൊക്കെ പല്ലുകളാണോ ഈ തേയ്മാനത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ആ പല്ലുകളെയൊക്കെ റൂട്ട് കനാൽ ചെയ്യുക. അത് കഴിഞ്ഞ് അതിനും ഒരു ക്യാപ്പ് ഇട്ട് അതിന് കൂടുതൽ തേയ്മാനം വരാതെയും സാറിന് ഭാവിയിൽ വേദന വരാതെയും സംരക്ഷിക്കുക. അപ്പം എല്ലാ ഭക്ഷണം കഴിക്കാനൊക്കെ സാധിക്കും. ഇതിപ്പോൾ ഒരു സ്റ്റേജ് കഴിയുമ്പം ജീവനുള്ള ഭാഗം ഔട്ടാവും ഈ തേഞ്ഞ്. അപ്പം ഇനി സാറിന് അടുത്ത സ്റ്റേജിന് വേദനയാണ് വരാൻ പോകുന്നത്. അത് സാറ് ശ്രദ്ധിക്കണം. അതിലേക്ക് വെച്ച് നീട്ടി കൊണ്ടുപോകരുത്. അങ്ങനെയാകുമ്പോൾ സാറ് വേദന സഹിക്കണം. പിന്നെ വേദന മാറാനുള്ള മരുന്നുകൾ കഴിക്കണം. ഇതൊക്കെ എക്സ്ട്രാ എക്സ്പെൻഡിച്ചറും ആവശ്യമില്ലാത്ത ട്രീറ്റ്മെൻറ്റുമാണ്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ സാറ് ഡോക്ടർ പറഞ്ഞത് അനുസരിക്കുക. അദ്ദേഹത്തോട് ഡിസ്കസ് ചെയ്ത് ഏറ്റവും ഉചിതമായ തീരുമാനം എടുക്കുക. ഒപ്പം തന്നെ ഷാജി എന്ന പ്രേക്ഷകനാണ് വിളിച്ചത് കോട്ടയത്ത് നിന്നും. ഡോക്ടറെ, ഈ കുട്ടികളുടെ ദന്തരോഗവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അതായത് കുട്ടികൾക്ക് ഇപ്പം മാതാപിതാക്കൾ പറയും നീ ചോക്ലേറ്റ് കഴിക്കരുത്, ചോക്ലേറ്റ് കഴിച്ചാൽ നിൻ്റെ പല്ല് കേടാകുമെന്നുള്ള ചെറുപ്പം മുതലേ അതിങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം കുട്ടികളുടെ ദന്ത രോഗങ്ങൾ അല്ലെങ്കിൽ അവരുടെ സംരക്ഷണം ഏത് രീതിയിലാണ് വേണ്ടത്? കുട്ടികളുടെ ദന്ത സംരക്ഷണം മുതിർന്നവരുടെ സംരക്ഷണം പോലെ തന്നെ പ്രാധാന്യമുള്ള, ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു രീതിയിൽ സംരക്ഷണം കൊടുക്കേണ്ടതാണ്. പക്ഷേ 90% പാരൻസും അത് അവെയറല്ല. അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്ന അവരുടെ കുട്ടികളാണ്. കാരണം എന്ന് വെച്ചാൽ കുട്ടികളുടെ ബോധത്തിലോ അല്ലെങ്കിൽ അവരുടെ പ്രായത്തിലോ അവർക്ക് ഒരു ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റിനെ പറ്റി ചെയ്യാനോ അല്ലെങ്കിൽ ഡെൻ്റൽ സിംറ്റംസ് ഐഡൻറ്റിഫൈ ചെയ്യാനോ അവർക്ക് സാധിക്കില്ല, നോർമലാണ്. അപ്പോൾ അവരുടെ സിംറ്റംസ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതും അവരുടെ സൈൻസ് എന്ന് വെച്ചാൽ വായിൽ കാണുന്ന ലക്ഷണങ്ങൾ കണ്ടുപിടിക്കേണ്ടതും പാരൻസാണ്. പാരൻസ് എന്താണ് ചെയ്യേണ്ടത്? 7 വയസ്സ് വരെ കുട്ടികളുടെ അച്ഛനോ അമ്മയോ ആണ് പല്ല് തേപ്പിക്കേണ്ടത് കുട്ടികളെ. അവർക്കത് പറഞ്ഞ് മനസ്സിലാക്കി പല്ല് തേക്കേണ്ടതിൻ്റെ ആവശ്യകത പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് പാരൻസാണ്. 2 നേരം പല്ല് തേപ്പിക്കണം കുട്ടികളെയും, പാരൻസും പല്ല് തേക്കണം 2 നേരം. ഒരു ബ്രഷും പേസ്റ്റും ഉപയോഗിച്ച് ചെറിയ കുട്ടികൾ 2 വയസ്സാകുമ്പോൾ തന്നെ എല്ലാ പല്ലുകളും വരും.
അതിനു മുമ്പ് തന്നെ അവരുടെ പല്ലുകൾ തേക്കാൻ ബേബി ബ്രഷസ് ഉണ്ട്. അത് കഴിഞ്ഞ പ്രായത്തിൽ അവർക്ക് ജൂനിയർ ബ്രഷസ് ഉണ്ട്. അത് കഴിഞ്ഞ് അവർക്ക് അഡൽട്ട് ബ്രഷസ് ഉപയോഗിക്കും. തീർച്ചയായും ഡോക്ടർ, അതിലേക്ക് വരാം. KP ചാക്കോ എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്നും. ചാക്കോ, ഡോക്ടറോട് ചോദിക്കാം. TV-യുടെ സൗണ്ട് ഒന്ന് കുറച്ച് വെച്ച് ഡോക്ടറോട് സംസാരിക്കാമോ? ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഹലോ സാർ. ഹലോ, കേൾക്കാം ചേട്ടാ, കേൾക്കാം. ഇപ്പൊ കേൾക്കാം. കീബോർഡ് സൗണ്ട് ഉള്ളൂ. അല്ല, എന്തായിരുന്നു ചോദ്യം? അതിന്റെ ഒരു KP ചാക്കോ എന്നാണേ. KP ചാക്കോ കോട്ടയം. KP ചാക്കോ കോട്ടയം. സാറേ പറഞ്ഞു, എന്താ ചോദ്യം? എനിക്ക് ഈ പല്ല് അണപ്പല്ലിന് മോണവേദനയുണ്ട്. ആ, അണപ്പല്ലുകൾക്ക് മോണവേദനയുണ്ട്. അത് തന്നെ രണ്ട് താഴത്തെ മുഴത്തെ പല്ലിങ്ങനെ നമ്മൾ കടിക്കുമ്പോഴത്തേക്കും ടച്ച് ചെയ്യുക, നമ്മുടെ ഇതില് അണപ്പല്ല് ടച്ച് ചെയ്യുക, എന്നിട്ട് ശരിക്കും അടയ്ക്കാൻ പറ്റുന്നില്ല. ആ, വേദനയുണ്ട്. സാർ പ്രമേഹമുള്ള ആളാണോ? ഏ, പ്രമേഹം ഉണ്ടോ? പ്രമേഹമുണ്ട്, എനിക്ക് പ്രസവമുണ്ട്. അപ്പോൾ പ്രമേഹം നിയന്ത്രിക്കണം. പ്രമേഹം നിയന്ത്രിച്ചാലും മോണരോഗം കുറയും. പിന്നെ അത് കൂടാതെ ഈ നേരത്തെ ഒരു സാർ വിളിച്ച പോലെ തന്നെ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നത്, ഏതെങ്കിലും ഒരു ഭാഗത്തെ പല്ലില്ലാത്തത് കൊണ്ട് മറ്റുള്ള ഓപ്പോസിറ്റ് സൈഡിലെ പല്ല് മുന്നോട്ട് താഴോട്ടേക്ക് ഇറങ്ങിയോ മുകളിലോട്ട് കയറിയോ ആണ് മോണയിൽ തട്ടുന്നത്. അപ്പോൾ ഇനി മോണയിൽ തട്ടുന്ന ഒരു പല്ലായതുകൊണ്ട് അതിനെ നമുക്കിനി ചികിത്സിക്കാൻ പറ്റില്ല. ആ പല്ല് ഒന്നുകിൽ എടുത്ത് കളയുക, അല്ലെങ്കിൽ അതിനെ നിർത്തണം എന്നുണ്ടെങ്കിൽ തന്നെ അതിനെ റൂട്ട് കനാൽ ചെയ്ത ശേഷം അത് പകുതി കട്ട് ചെയ്തിട്ട് ഒരു ക്യാപ്പ് ഇടാം. പക്ഷേ ഓപ്പോസിറ്റ് പല്ലില്ലാത്തത് കൊണ്ട് അതിനെ നിർത്തിയിട്ട് കാര്യമില്ല സാറേ. അപ്പോൾ ഏറ്റവും നല്ലത് സാറ് അത് മോണയിൽ തട്ടാതിരിക്കുന്ന രീതിയിൽ അതിനെ എടുത്ത് കളയുന്നതായിരിക്കും നന്നാവുക. KP ചാക്കോയാണ് വിളിച്ചത് കോട്ടയത്ത് നിന്നും. സൗദ എന്ന പ്രേക്ഷക നമുക്കൊപ്പം ചേരുകയാണ് കോഴിക്കോട് നിന്നും. ഡോക്ടറോട് ചോദിക്കാം. ഹലോ ഹലോ, കേൾക്കുന്നുണ്ട്, ചോദിക്കാം. സൗദ കേൾക്കുന്നുണ്ട്, ഡോക്ടറോട് ചോദിക്കാം. ഹലോ, കേൾക്കുന്നുണ്ട്. ചോദിക്കൂ. ഹലോ കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, ഞാൻ സൗദയാ. പറയൂ മാഡം. സാർ, ഞാൻ മോൾക്ക് വേണ്ടി വിളിച്ചതായിരുന്നു. ഓക്കെ. അവളെ സൂചിപ്പല്ല് പറഞ്ഞു പോയിട്ട് 2 വർഷം കഴിഞ്ഞു. ആ, ഇനിയും വന്നിട്ടില്ല, പല്ല് വരുന്നേ ഇല്ല. അതെന്താ കാരണം ചോദിക്കാൻ വേണ്ടി വിളിച്ചതായിരുന്നു. മുകളിലെ ആണോ താഴത്തെ ആണോ? മുകളിലെ സൂചിപ്പല്ല്. അത് 12 വയസ്സ് 13 വയസ്സാവുമ്പോഴേ അത് വരുള്ളൂ മാഡം. ആ കുട്ടിക്ക് എത്ര വയസ്സായി? കുട്ടിക്ക് 11. അപ്പോൾ ഇനി അത് നേരത്തെ പറഞ്ഞു പോകാനുള്ള കാരണമാണ് അതിപ്പോൾ ബുദ്ധിമുട്ടായത്. 12 വയസ്സിന് പറഞ്ഞു പോയി വരേണ്ട പല്ലാണ് സൂചിപ്പല്ല മുകളിലുള്ളത്. അപ്പോൾ അതിന് മുമ്പ് ആ പല്ലെടുത്ത് കളയേണ്ട ഒരവസ്ഥ വന്നതായിരിക്കാം ഒരു കാരണം. അല്ലെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് പല്ല് ഇളകിയതായിരിക്കാം. മിക്കവാറും അത് പൊത്തു വന്നിട്ട് പോയതായിരിക്കും. അത് പറഞ്ഞു പോയ പല്ലാണെങ്കിലും ചിലപ്പോൾ ആ സമയമൊക്കെ ആകുമ്പോഴേ അത് പുറത്ത് വരുള്ളൂ. 12 വയസ്സ് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. എന്നിട്ട് കണ്ടില്ലെങ്കിൽ എക്സ്റേ എടുത്ത് നോക്കാം. അതിൻ്റെ ആവശ്യമില്ല മാഡം. 12 വയസ്സ് വരെ വരണം, വെയിറ്റ് ചെയ്യണം. എന്തായാലും ആ പല്ല് വരാൻ 12 വയസ്സാവും. എന്നിട്ടും കണ്ടില്ലെങ്കിൽ ഒരു എക്സ്റേ എടുത്ത് നോക്കാം. അതെ, അപ്പം ഏറ്റവും അവസാനം പോയി വരുന്ന പല്ലാണ് ഈ സൂചിപ്പല്ല് മുകളിലുള്ള മാഡം. സൗദ എന്ന പ്രേക്ഷകയാണ് വിളിച്ചത്. പ്രിയപ്പെട്ട പ്രേക്ഷകരോടാണ്, പല്ല് വളരെ സൂക്ഷിക്കേണ്ട ഒരു അവയവം തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫോൺ വിളിക്കുമ്പോൾ ദയവായി TV-യുടെ സൗണ്ട് വളരെ കുറച്ച് വെച്ചിട്ട് മാത്രമായിരിക്കും സംസാരിക്കാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തതയോടുകൂടെ തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ പ്രസീത എന്നൊരു പ്രേക്ഷകയുണ്ട് പാലക്കാട് നിന്നും. പ്രസീത, ഡോക്ടറോട് ചോദിക്കാം. ഹലോ, ഞാൻ പ്രസീതയാണ്. ഹലോ മാഡം. പാലക്കാട്ടിൽ നിന്ന് വിളിക്കുന്നു. പറയൂ. എനിക്ക് 41 വയസ്സായി. മോൾവശത്തെ പല്ലിങ്ങനെ ചെറുതായിട്ടൊന്ന് നീണ്ടിട്ട് ഇങ്ങനെ അകലുന്നുണ്ട്. അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അത് പല്ല് ഇതുവരെ ഉണ്ടാവാത്ത ഒരു പല്ലുകളുടെ ഇടയിൽ ഗ്യാപ്പ് വരുന്നുണ്ടെങ്കിൽ മാഡം, അത് മിക്കവാറും മോണരോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. പല്ലിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലിൻ്റെ അളവ് ദ്രവിച്ചു പോകുമ്പോഴാണ് പല്ലിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരുന്നതും പല്ല് ചെറുതായിട്ട് ഇളക്കം തട്ടുന്നതും പല്ല് റൊട്ടേറ്റ് ചെയ്യുക, എന്ന് വെച്ചാൽ തിരിയുക, താഴോട്ടേക്ക് ഇറങ്ങുക, ഇങ്ങനത്തെയൊക്കെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത് ഏകദേശം ഒരു 35 അല്ലെങ്കിൽ 30 വയസ്സിന് ശേഷമൊക്കെയാണ് അത് ശ്രദ്ധിക്കപ്പെടുന്നത്. അപ്പോൾ മാഡം എന്തായാലും അർജൻറ്റായിട്ട് ഒരു ഡെന്റിസ്റ്റിനെ കാണിച്ച് ചെക്ക് ചെയ്യണം. കാരണം താഴത്തെ ഈ മുൻനിരയിലുള്ള പല്ലുകളൊക്കെയാണ് ആദ്യം ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുക. പിന്നെ മുകളിലെ മുൻനിരയിലും ഒക്കെ ഗ്യാപ്പ് വരാൻ തുടങ്ങും.
ബാക്കിലുള്ള അണപ്പല്ലുകൾ അത്ര പെട്ടെന്ന് ഗ്യാപ്പ് വരാത്ത എന്താ വെച്ചാൽ അവർക്ക് 2-3 പേരുള്ള അണപ്പല്ലുകളായതുകൊണ്ട് അവർക്ക് ആ ഇഫക്റ്റ് വരാൻ സമയമെടുക്കും. അപ്പം ഇതുവരെ കാണാത്ത ഒരു ഗ്യാപ്പുകൾ അല്ലെങ്കിൽ ചെറിയ ഇളക്കം അല്ലെങ്കിൽ മോണയിൽ തടിപ്പ്, നീര്, ചോര വരിക, ഇതൊക്കെ അസ്വാഭാവികമായ ലക്ഷണങ്ങളാണ്. തടിപ്പുണ്ടോ മോണയിൽ? മോണയിൽ തടിപ്പല്ല, പല്ലിങ്ങനെ നീണ്ടു വരുന്ന പോലെ ഉണ്ട്. അതെ, അതാണ് പല്ലിൻ്റെ എല്ല് ദ്രവിച്ചു പോയിട്ട് മാഡം അത് പുറത്തേക്ക് വരുന്നതാണ്, നീണ്ടു വരുന്നത്. അപ്പോൾ എന്തായാലും അതൊരു മോണരോഗം ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു പെരിയോഡോണ്ടിക്സ് അല്ലെങ്കിൽ പെരിയോഡോണ്ടിസ്റ്റ്, ഇപ്പം എൻ്റെ സ്പെഷ്യാലിറ്റിയാണ് മോണരോഗ വിഭാഗം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരാളെ കാണിക്കാൻ പറ്റിയാൽ, അല്ലെങ്കിൽ ഒരു സാധാരണ നിങ്ങൾ അടുത്തുള്ള ഡെന്റിസ്റ്റിനെ ആദ്യം കാണിക്കുക. അപ്പോൾ അദ്ദേഹം നിർദ്ദേശിക്കും. പെരിയോഡോണ്ടിസ്റ്റ് അല്ലെങ്കിൽ പെരിയോഡോണ്ടോളജിയാണ് മോണരോഗ വിഭാഗം. അതുള്ള ഏതെങ്കിലും ഡെന്റൽ കോളേജ് അടുത്തുണ്ടെങ്കിൽ അവിടെ കാണിക്കാം. അല്ലെങ്കിൽ പെരിയോഡോണ്ടിസ്റ്റ് മോണരോഗ വിദഗ്ധൻ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കാണിക്കാം. അല്ലെങ്കിൽ അടുത്തുള്ള ജനറൽ ഡെന്റിസ്റ്റിനെ കാണിക്കാം. ഇത് വെച്ചുകൊണ്ടിരിക്കേണ്ട. നന്ദിയുണ്ട് പ്രസീത കോൾ സെന്ററിലേക്ക് വിളിച്ചത്. ഡോക്ടർ, നേരത്തെ നമ്മൾ കുട്ടികളുടെ കാര്യമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്, അതിലേക്ക് തന്നെ നമുക്ക് പോകാം. അതെ, അപ്പോൾ കുട്ടികളുടെ പല്ലുകളിൽ വരുന്ന പൊത്തുകൾ നമ്മൾക്ക് വേണ്ട പ്രാധാന്യം കൊടുക്കണം എന്നാണ് ഞാനിപ്പോൾ പ്രേക്ഷകരോട് പ്രത്യേകമായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നത്. കാരണം അവർക്ക് പൊത്തുകൾ വരുന്നത് മിക്കവാറും അവരുടെ ഗ്രാൻഡ് പാരൻസ് ഒക്കെയാണ് ഇതിന് ഉപദേശം കൊടുക്കുന്നത് വീട്ടിൽ നിന്ന്. അത് പറഞ്ഞു പോകേണ്ട പല്ലല്ലേ, അത് പിന്നെ അവിടെ നിന്നോട്ടെ, ഒന്നും ചികിത്സ ആവശ്യമില്ല. എന്നിട്ട് കുട്ടിക്ക് ഈ വേദനയും വീക്കൊക്കെ വരുമ്പോഴാണ് ഈ കുട്ടീനെയും കൊണ്ട് നമ്മുടെ അടുത്ത് വരും. അപ്പം അത് അങ്ങനെ ആവരുത്. കുട്ടിക്ക് ചെറിയ പൊത്തുകൾ വരുന്നുണ്ടോ, ചെറിയ കറുപ്പ് കളറ് വരുന്നുണ്ടോ, പല്ലിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ എവറി ഡേ പാരൻസ് ചെക്ക് ചെയ്യണം. അതാണ് ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ആ പല്ല് അടയ്ക്കേണ്ട പല്ലാണ്. ആ അടയ്ക്കേണ്ട സമയത്തിനുള്ളിൽ ആ പല്ലുകൾ സാധാരണ രീതിയിൽ അടച്ചാൽ ആ കുട്ടിക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഒഴിവാകും. അതല്ലെങ്കിൽ ഇപ്പം നേരത്തെ ഒരു മാഡം ചോദിച്ച പോലെ 11-12 വയസ്സിലൊക്കെയാണ് ഈ അണപ്പല്ലുകൾ പറഞ്ഞു പോവുക. 11 വയസ്സിന് ശേഷമാണ് ഈ പറഞ്ഞു പോകേണ്ട അവസാനത്തെ അണപ്പല്ല് പറഞ്ഞു പോകുന്നത് 11 വയസ്സിന് ശേഷം. അതുവരെ കുട്ടികൾക്ക് ചവയ്ക്കാനാണ് ദൈവം പല്ല് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ പല്ലിൻ്റെ ഫംഗ്ഷൻ ചെയ്യാതെ അതിനെ നേരത്തെ പറിച്ചു കളയേണ്ട ഒരു ട്രാജഡി വന്നു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാണ്. അതുമാത്രമല്ല, കുട്ടിക്ക് ആ പ്രായത്തിൽ ഈ ട്രാജഡി ഫേസ് ചെയ്യാൻ മെൻ്റലി ആൻഡ് സൈക്കോളജിക്കലി തയ്യാറല്ല. അതാണ് നിങ്ങൾ ഏറ്റവും മനസ്സിലാക്കേണ്ടത്. നിങ്ങളെ മക്കളെ ഡെൻറ്റിസ്റ്റിനടുത്ത് കൊണ്ടുപോയിട്ട് നിങ്ങളെ പല്ല് എന്തെങ്കിലും ശരിയാക്കണം എന്ന് പറയുന്നൊരു സ്ഥിതി വളരെ ശോചനീയമാണ്. അപ്പോൾ അതിൻ്റെ സിറ്റുവേഷൻ വരാതിരിക്കാൻ കുട്ടികളുടെ പല്ലുകൾക്ക് അതിൻ്റെതായ പ്രാധാന്യം കൊടുക്കുക. ചെറിയ ഓട്ടം ഉണ്ടെങ്കിൽ തന്നെ അത് അടയ്ക്കുക. അപ്പോൾ സാധാരണ പോലെ അടയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ അത് റൂട്ട് കനാൽ ചെയ്യേണ്ടി വരും. അതൊക്കെ ഒരു അനാവശ്യമായ ട്രീറ്റ്മെൻറ്റാണ് ഈവൻ ഫോർ ചിൽഡ്രൻ. അപ്പോൾ കുട്ടികൾക്ക് റൂട്ട് കനാൽ ചെയ്യാൻ പറ്റുമോ എന്നിട്ട് ഞങ്ങളടുത്ത് ഒന്ന് ചോദിക്കും, ഇതൊക്കെ റൂട്ട് കനാൽ ചെയ്യാൻ പറ്റുമോ? ഇതൊരു സിറ്റുവേഷൻ ഇവർ എത്തിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളടുത്ത് ഒന്ന് ചോദിക്കുന്നതിൽ എന്താ അർത്ഥമുണ്ടോ? ഇതിന് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇതിൻ്റെ ആവശ്യം എന്താ പറഞ്ഞാൽ 11 വയസ്സിൽ പറഞ്ഞു പോകേണ്ട പല്ലിൻ്റെ തൊട്ട് ബാക്കിലാണ് 6 വയസ്സിൽ വരുന്ന ആദ്യത്തെ പെർമനൻറ്റ് മോളാർ 4 എണ്ണം. ഈ 11 വയസ്സിൽ പോകേണ്ട പല്ലിന് ഒരു റോൾ എന്താ വെച്ചാൽ ഭക്ഷണം കഴിക്കാൻ ഹെൽപ്പ് ചെയ്യുക. അടുത്ത റോൾ എന്താണ്? ഇതിൻ്റെ ബാക്കിൽ വന്ന് നിൽക്കുന്ന 6 വയസ്സിൽ മുതലേ അവിടെ നിൽക്കുക ഒരുത്തൻ പെർമനൻറ്റ് മോളാർ. അതിനെ മുന്നിലോട്ട് വരാതിരിക്കാൻ ഒരു സ്പേസ് റിസർവ് ചെയ്യേണ്ട ജോലിയും കൂടി ഇവനുണ്ട്. അപ്പോൾ ഈ കുട്ടീൻ്റെ പല്ല് അതിന് 11 വയസ്സിൽ പറഞ്ഞു പോകേണ്ട പല്ല് 11 വയസ്സിന് മുമ്പ് എപ്പം പറിച്ച് കളയേണ്ടി വന്നാലും ഈ 6 വയസ്സ് മുതൽ ഈ നിൽക്കുന്ന മോളാർ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യും. അപ്പം 11 വയസ്സിൽ വരേണ്ട പല്ല് നാവിൻ്റെ സൈഡിൽ കൂടെ കൊന്തറം പല്ലായിട്ട് വരും. ഈ കുട്ടികൾ ഉൾപ്പെടെ പ്രായമായ ആളുകൾ വരെ ഒരു ദിവസം എത്ര തവണ പല്ല് തേക്കണം? 2 നേരം നിശ്ചയം പല്ല് തേക്കണം. പിന്നെ പല്ലുകൾ വന്ന് വലിയ ആളുകളും ചെറിയ കുട്ടികളും 2 നേരം പല്ല് തേക്കണം. യൂസിങ് എ പ്രോപ്പർ ബ്രഷ്, സോഫ്റ്റ് ബ്രഷ് ആൻഡ് പേസ്റ്റ്. പിന്നെ ചെറിയ ഇപ്പം വളരെ ഇൻഫൻസ് ഒക്കെ ഉണ്ടല്ലോ, ഈ പാലൊക്കെ കുടിച്ച് ആ പ്രായത്തിൽ മുതൽ പല്ലുകൾ വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ അവരെ കിടത്തി ഉറക്കുന്നതിന് മുമ്പ് ഒരു നനഞ്ഞ പഞ്ഞിയിലോ ക്ലോത്തോ ഉപയോഗിച്ച് പല്ലുകൾ തുടച്ച് വൃത്തിയാക്കിയിട്ടേ കിടത്താൻ പാടുള്ളൂ. കാരണം ഈ ഫീഡിങ് ബോട്ടിൽ കേരീസ് എന്ന് പറഞ്ഞിട്ട് സംഗതിയുണ്ട്. ഈ പാല്, അതിപ്പോൾ ബ്രസ്റ്റ് മിൽക്ക് ആയാലും കുപ്പിപ്പാലായാലും ഇവരെ കിടത്തിയും കുറക്കുന്നതിന് മുമ്പ് വായിൽ അങ്ങ് വെച്ച് കൊടുത്തിട്ട് അങ്ങ് ഉറക്കും. പിന്നെ ഇവരെ കുടിച്ചങ്ങ് ഉറങ്ങിപ്പോയാൽ ഈ ലെവലിൽ ഈ മിൽക്ക് ഡ്രൈ ആയി എവറി ഡേ ദിസ് ഇസ് ഹാപ്പനിങ്. എന്നിട്ട് ഇവിടെ മുഴുവൻ പല്ല് ദ്രവിക്കും. അതാണ് ഈ പുഴുപ്പല്ലി കുട്ടികൾക്ക് കാണുന്നത്. ചിരിക്കുമ്പോൾ മുഴുവൻ ഈ ഭാഗം അങ്ങ് ഡാർക്ക് ബ്രൗൺ കളറായി, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും. അപ്പോൾ ഇത് ഇനീസിയേഷൻ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ സമയത്ത് പല്ല് തുടച്ച് വൃത്തിയാക്കാതെ കുട്ടീനെ കിടത്തി ഉറക്കുന്നതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഫീഡിങ് ബോട്ടിൽ കേരീസോ അല്ലെങ്കിൽ ഡെസിഡിയോസ് ഡെൻറ്റിഷൻ അല്ലെങ്കിൽ മിൽക്ക് ടൂത്തിൽ വരുന്ന അങ്ങനത്തെ കേടുകൾ ഒഴിവാക്കാൻ കുട്ടീനെ പല്ല് തേപ്പിക്കണമെന്നില്ല. ചെറിയ ഇൻഫൻസിനെ തുടച്ച് വൃത്തിയാക്കി കിടത്തി ഉറക്കുക. ഒപ്പം തന്നെ ഡോക്ടർ, ഈ പണ്ട് കാലങ്ങളിൽ പ്രായമുള്ള ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മാവില, ഒപ്പം തന്നെ ഉമിക്കരിയുള്ള ഈ പേസ്റ്റുകൾക്ക് പുറമെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇത്തരത്തിലുള്ള വസ്തുക്കളാണ്. ഈ കാലഘട്ടത്തിൽ ജീവിതശൈലി മാറി. ആ കാലഘട്ടത്തിലുള്ള ആഹാര ഇതല്ല നമ്മൾ കഴിക്കുന്നത്, ജീവിതശൈലി തന്നെ മാറി. അപ്പോൾ അത്തരത്തിലുള്ള വസ്തുക്കൾ കൊണ്ട് ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റുമോ ദന്ത സംരക്ഷണത്തിനായി?
ഒരിക്കലും ഉപയോഗിക്കരുത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, അത് ജനറൽ ഒപ്പീനിയൻ എടുക്കാൻ പറ്റില്ല. പക്ഷേ ആസ് എ പ്രാക്ടീസിങ് ഡെൻറ്റിസ്റ്റ്, ആസ് എ ടീച്ചർ, കുട്ടികളെ ദന്തരോഗങ്ങളെപ്പറ്റിയും ചികിത്സ പറ്റിയും പഠിപ്പിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഒരിക്കലും ഞങ്ങൾക്കത് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കില്ല. ഈ മാവില, പിന്നെ ഈ ചെടീൻ്റെ കമ്പ്, ഇതൊക്കെ ഉപയോഗിച്ച് പല്ല് തേക്കുന്നതൊക്കെ പ്രാകൃതമായ രീതികളാണ്. നമ്മൾ ശരിക്കും ഇപ്പോഴത്തെ കാലത്ത് ഉപയോഗിക്കുന്ന ഫുഡ് ഹാബിറ്റ്സാണ് ഏറ്റവും പ്രധാനം. വി ആർ കൺസ്യൂമിങ് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ്. അപ്പോൾ ഇത് പല്ലിൻ്റെ മുകളിൽ പറ്റി പിടിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു തരം ഭക്ഷണ പദാർത്ഥമാണ്. ഫൈബർ കണ്ടൻറ്റ് വളരെ കുറവാണ്, പച്ചക്കറി വളരെ കുറവാണ്, അതുകൊണ്ട് നാച്ചുറൽ ഫുഡ്സ് വളരെ കുറവാണ്. അരി വരെ നമ്മൾ തവിടില്ലാത്ത അരിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അരഞ്ഞ ഭക്ഷണമായി പല്ലിൽ പറ്റി പിടിച്ചിരിക്കാൻ ഏറ്റവും അനുയോജ്യമായ രീതിയിലുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ അതിനെ ഇളക്കി കളയാൻ പറ്റുന്ന രീതിയിലുള്ള ദന്ത സംരക്ഷണമാണ് നമുക്ക് വേണ്ടത്. സോ വി ഹാവ് ടു ഫിസിക്കലി ഡിസ്റപ്റ്റ് ആ പ്ലാക്ക് എന്ന് പറഞ്ഞ ബാക്ടീരിയയുടെ ഒരു ആവരണം പല്ലിൻ്റെ മുകളിൽ പിടിക്കും. കുറേ ദിവസങ്ങൾ കൊണ്ടാണ് ഇത് ഫോം ചെയ്ത് കട്ടിയായി പിടിക്കുക. അത് പല്ല് തേക്കുന്നതിൻ്റെ അപാകത കൊണ്ടാണ് സംഭവിക്കുന്നത്. ശരിക്കും രീതിയിൽ പല്ല് തേച്ചാൽ ഈ ബാക്ടീരിയയ്ക്ക് അതിൻ്റെ മുകളിൽ അടിഞ്ഞുകൂടാനും ഈ പ്ലാക്ക് എന്ന് പറഞ്ഞ ഈ പൂപ്പൽ, ഒരു പായൽ പോലത്തെ ഒരു സാധനം പിടിച്ച് ഇരിക്കാനും അവർക്ക് സാധിക്കില്ല. അത് ഇളക്കിക്കളയണമെങ്കിൽ ഡിറ്റർജൻറ്റും അല്ലെങ്കിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസും ഒക്കെ അടങ്ങിയ നല്ലൊരു ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കണം. അപ്പോൾ അതിന് ഈ ഹെർബൽ ടൂത്ത് പേസ്റ്റുകൾക്ക് അത് ഉണ്ടോ എന്നുള്ളത് ആർഗ്യുബിളാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ശരിക്കും പ്രൊമോട്ട് ചെയ്യുന്നില്ല. നല്ല രീതിയിലുള്ള, നല്ല ഫോമിംഗ് ആയിട്ടുള്ള, നല്ല ഫ്ലൂറൈഡ് കണ്ടൻറ്റുള്ള, നല്ല ക്വാളിറ്റിയുള്ള ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുക. 2 നേരം പേസ്റ്റ് ഉപയോഗിച്ച് സോഫ്റ്റ് ബ്രഷ് ഉപയോഗിച്ച് പല്ല് തേക്കുക. ബ്രഷ് ചെയ്യുന്ന ഫോഴ്സ് അല്ല പല്ലിനെ വൃത്തിയാക്കുന്നത്, ബ്രഷിൻ്റെ കട്ടിയുമല്ല പല്ലിനെ വൃത്തിയാക്കുന്നത്, ബ്രഷ് ചെയ്യുന്ന രീതിയാണ്. ബ്രഷിംഗ് ടെക്നീക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ബ്രഷ് ചെയ്യാൻ പറ്റുന്ന രീതി എന്ന് പറഞ്ഞാൽ റോൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ബ്രഷിനെ പിടിക്കുന്ന കൈ ദ എൽബോ ഷുഡ് ബി പാരലൽ ടു ദ ഫ്ലോർ, ഭൂമിയോട് പാരലായിട്ട് ഈ ഭാഗം. അത് എങ്ങനെയാണ്? എന്നിട്ട് ബ്രഷ് ഇങ്ങനെ മുകളിലേക്കും താഴോട്ടേക്കും. അപ്പോൾ ഇവിടെ അനങ്ങാൻ പാടില്ല, ഇവിടെയും അനങ്ങാൻ പാടില്ല, ഇങ്ങനെയൊന്നും ആവരുത്. ഇതിനെ ഇങ്ങനെ മാത്രമേ തിരിക്കാൻ പാടുള്ളൂ. അപ്പം ബ്രിസിൽസ് പല്ലിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലണം. പല്ലിൻ്റെ മുകളിലുള്ള ഉരുണ്ട സർഫസിലല്ല ബ്രഷിങ് ആവശ്യം, പല്ലിൻ്റെ ഇടയിലുള്ള ആ കുഴികളിലാണ് ബ്രിസിൽസ് പോകേണ്ടത്. നമ്മളിങ്ങനെ തേക്കുമ്പോൾ എന്താ വെച്ചാൽ അവിടേക്ക് ബ്രഷ് ഇറങ്ങുന്നില്ല. ഇങ്ങനെ തേക്കുമ്പോഴാണ് ബ്രിസിൽസ്, നാരുകൾ പല്ലിൻ്റെ ഇടയിലേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ശീലിക്കുക. അപ്പോൾ ഇവിടെ ഈ ഭാഗം ഇളകാതെ റിസ്റ്റ് മാത്രം റോൾ ചെയ്യുക. ഇവിടെ വന്ന് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പല്ല് വയ്ക്കുക. അങ്ങനെ പല്ലിൻ്റെ ബാക്ക് സൈഡും ഒക്കെ പല്ല് ബ്രഷ് എത്തുന്ന രീതിയിൽ ഇമാജിൻ ചെയ്ത് ഒരു 5 മിനിറ്റ് എടുത്ത് മെല്ലെ പല്ല് തേക്കുക. അതിനിടെ കുറേ പത വായിൽ വന്നതുകൊണ്ട് ബ്രഷ് ചെയ്തുകൊണ്ട് വൃത്തിയായെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഡോക്ടർ, സമയപരിധി അവസാനിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. കോൾ സെൻറ്ററിൽ ഇന്ന് ഇത്രയും നേരം നമ്മളോടൊപ്പം സംസാരിച്ചിരുന്നത് ഡോക്ടർ ഹരികുമാർ BV ആണ്. കോൾ സെൻറ്റർ ഇവിടെ പൂർണ്ണമാകുകയാണ്. ഡോക്ടർ വളരെയധികം നന്ദിയുണ്ട്. ഇനി